ഒന്നുകൂടെ കൂടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കമ്പി കഷ്ണം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ നേരെ സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാക്കുകയാണ്. അതായത് ഇതൊന്ന് നെട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചാനൽ സിയൽ ക്രിയേറ്റീവ് മീഡിയ. അപ്പോൾ സിയൽ ക്രിയേറ്റീവ് മീഡിയ എന്ന ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടർട്ടിൽ വെയിൻസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമുക്ക് ടർട്ടിൽ വെയിൻസ് എങ്ങനെ നടാം, എങ്ങനെ അതിനെ പരിപാലിക്കാം, ആ ഒരു രീതിയിലുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ അതും കണ്ടിട്ടുണ്ടാകും. ഏകദേശം 22-28 ദിവസത്തിനുള്ളിൽ അത്രയ്ക്കും വലിയ ഒരു ടർട്ടിൽ വെയിൻസ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതും സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള വളങ്ങളും മറ്റു കാര്യങ്ങളും യൂസ് ചെയ്തിട്ട്, അതൊരു ഫെർട്ടിലൈസേഴ്സ് നമ്മൾ പുറത്തു നിന്ന് വാങ്ങുന്നില്ല, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു രീതിയിലുള്ളൊരു പ്ലാന്റേഷൻ സിസ്റ്റമാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ചുരുങ്ങിയ ചിലവിലും ഈ ഒരു സംഭവം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിനെ നമുക്കൊരു ബിസിനസ് മാർഗ്ഗമാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്ന നമുക്ക് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. സമയം കിടത്തന്നെ വീഡിയോയിൽ കിടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് ആദ്യം ഞാനിവിടെ എടുക്കുന്നുള്ളത് നമ്മുടെ കമ്പോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കമ്പോസ്റ്റ് ഞാൻ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഏകദേശം 68-70 ദിവസത്തോളം പഴക്കമുള്ള ഒരു കമ്പോസ്റ്റാണ്. അപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ അതും ചെയ്തു തരാം. താഴെ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള കമ്പോസ്റ്റാണ് ബെറ്റർ. അപ്പോൾ ഇത് ചകിരിച്ചോറാണ്. അപ്പോൾ ഈ ഒരു ചകിരിച്ചോറിന് ഏകദേശം 1-2 മണിക്കൂർ മിനിമം ഇതിനെ നമുക്കൊരു വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ആ ഒരു വെള്ളത്തിൽ വെച്ച ശേഷം അതിനൊന്ന് നമുക്ക് ഉണക്കിയതിന് ശേഷമേ യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. കാരണം ഈ ഒരു കറ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഈ ഒരു ബ്രൗൺ കളറിലുള്ളത്, അത് ചെടികൾക്ക് അത്ര നല്ലതല്ല എന്നാണ് ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിനെ കഴുകിയില്ലെങ്കിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം കളഞ്ഞ് അതിനെ മാത്രം ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കുക. അതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്ക്വയർ ഷീറ്റാണ്. അതേപോലെ തന്നെ ഇത് നമ്മൾ ഈ ഒരു പ്ലാന്റേഷൻ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പോട്ട്. അതുപോലെ തന്നെ ഇത് സാധാ മണ്ണാണ്. ഇത് നമ്മുടെ കമ്പോസ്റ്റ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ മിക്സ് ചെയ്യാം, അതായത് കൃത്യമായിട്ടുള്ള റേഷ്യോയിൽ എങ്ങനെ മിക്സ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കത്തി വെച്ചിട്ടാണ്, അതായത് നമ്മുടെ സിമെൻറ്റിൻ്റെ കത്തി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇതിനെ അളക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര ആദ്യം മണ്ണെടുക്കുക. അതായത് നിങ്ങളുടെ സാധാരണ ആ ഒരു ഏരിയയിൽ ഏത് മണ്ണാണോ കിട്ടുന്നത് ആ മണ്ണ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു മണ്ണ് ഞാനിവിടെ ആദ്യം തന്നെ എടുക്കുകയാണ്. പിന്നെ അതിലുള്ള ആ ഒരു കല്ല് ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാം. കാരണം നമ്മുടെ ഇവിടെ ചെടിയുടെ റൂട്ടിങ്ങിന് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കല്ലൊക്കെ ഒഴിവാക്കിയിട്ട് ക്ലിയർ ആയിട്ടുള്ള മണ്ണ് മാത്രം എടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര നമ്മുടെ കമ്പോസ്റ്റ് അധികമൊന്നും ഇടാൻ പാടില്ല എന്നല്ല, അധികം ഇടാതിരിക്കുക, അതാണ് ചെടികൾക്ക് ബെറ്റർ. അപ്പോൾ നമുക്ക് ആവശ്യം ആ ഒരു എത്രയാണ് നമ്മൾ ഒരു മിക്സിങ് ചെയ്യുന്നത് അതിന് ആവശ്യമായിട്ടുള്ള സെയിം റേഷ്യോയിലൂടെ കമ്പോസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ളത്ര കമ്പോസ്റ്റും കൂടി എടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു മണ്ണിൻ്റെ ഏകദേശം 50% മാത്രമേ കമ്പോസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ചകിരിച്ചോറ് ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ റൂട്ടൊക്കെ പോകാൻ വേണ്ടി വളരെ സ്മൂത്തായിട്ട് റൂട്ടിംഗ് ഒക്കെ ഇതിൽ നടത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇതിലേക്ക് ചകിരിച്ചോറ് ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ മിക്സ് ചെയ്തതിന് അതിനുശേഷം നമ്മൾ സാധാ മണൽ, അതായത് നമ്മൾ ഈ ഒരു യൂസ് ചെയ്യുന്ന ആ ഒരു സാധാ മണൽ ഇതിലേക്ക് ഇടുകയാണ്. അതും നമുക്ക് ആവശ്യത്തിന്, അതായത് ആ ഒരു മിക്സിങ്ങിൻ്റെ ഒരു നമ്മളൊരു ഏകദേശം റേഷ്യോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ മണൽ മിക്സ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഇതിനൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ആട്ടിൻ കാട്ടപ്പൊടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം, അത് ബെറ്ററാണ്. ഇതിനേക്കാളും ഏറ്റവും ബെറ്റർ ചാണകപ്പൊടിയാണ്. പക്ഷേ എനിക്ക് അതിനേക്കാളും ആട്ടിൻ കാട്ടപ്പൊടി ഇവിടെ കിട്ടുന്നത് കൊണ്ട്, അതായത് എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിനെ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാണകപ്പൊടി കിട്ടുകയാണെങ്കിൽ ബെറ്ററാണ്. അപ്പോൾ ചാണകപ്പൊടി കിട്ടുന്നില്ലെങ്കിൽ, രണ്ടും കിട്ടാത്തവർ കടയിൽ നിന്ന് ചാണകപ്പൊടി വാങ്ങിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും. എന്നാലും ചാണകപ്പൊടിയാണ് ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നത്. അപ്പോൾ അതിട്ടതിന് ശേഷം
നമുക്ക് ഈ ഒരു മിക്സിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ടും മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ കത്തിയിൽ ചെയ്യുന്നതുകൊണ്ട് ഒന്ന് വിചാരിക്കേണ്ട. ഞാനിവിടെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രീ ആണ്, കത്തി ഉണ്ടെങ്കിൽ കത്തിയിൽ മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാണ് കത്തി യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മണ്ണിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഇത് ജസ്റ്റ് ഒന്ന് വെള്ളം ഇട്ടാൽ തന്നെ ഇതിൻ്റെ കളർ ഫുള്ള് മാറി ആ ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പോട്ടിലാണ് ആദ്യം മണ്ണ് നിറക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു പോട്ട് നിങ്ങൾ എടുക്കുക. ഈ ഒരു പോട്ടിന് ഏകദേശം 35 രൂപ 40 രൂപ ആ ഒരു റേഞ്ച് മാത്രമേ ഈ ഒരു പോട്ടിന് വരുന്നുള്ളൂ. അതിനാദ്യം ഞാൻ അടിയിൽ നമ്മുടെ ഈ ഒരു കൊയർ ഷീറ്റിൻ്റെ ആ ഒരു കൊയർ, ഇല്ലെങ്കിൽ നമുക്ക് ചകിരി വേണമെങ്കിൽ ചകിരി യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഈ ഒരു പോട്ടിൻ്റെ ഡ്രെയിനേജ്, അല്ലെങ്കിൽ അതിലേക്ക് പോയി നമ്മൾ ഒഴിക്കുന്ന വെള്ളം അത് ക്ലിയർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഷീറ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് സാധാ ചകിരി ഇല്ലെങ്കിൽ ചേരി ആ ഒരു സാധനം അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അതായത് നമ്മൾ ആ ഒരു ഒഴിക്കുന്ന വെള്ളം അധികം നേരം കെട്ടി നിൽക്കാണ്ട് അടിയിലൂടെ പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ മണ്ണൊക്കെ കുടുങ്ങി അതിൻ്റെ ഹോൾസൊക്കെ അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൂടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിലേക്ക് ഇനി നമുക്ക് മണ്ണ് നിറക്കണം. മണ്ണ് മുഴുവനായിട്ട് നിറക്കണ്ട, ഞാനിവിടെ കാണിച്ചു തരാം. അതായത് ഈ ഒരു ഭാഗത്തോളം, അതായത് ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ ഇല്ലെങ്കിൽ സെക്കൻഡ് ലൈൻ, അപ്പോൾ 2 ലൈനിൽ ഏതെങ്കിലും ഒരു ലൈനോട് മാത്രം മണ്ണ് നിറക്കാൻ വേണ്ടി ശ്രമിക്കുക. മുഴുവനായിട്ട് ഒരിക്കലും മണ്ണ് നിറക്കരുത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി ഒഴിവായിട്ടുള്ള ബാക്കി 2 പോട്ട്, അപ്പോൾ 3 പോട്ടിലാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 പോട്ടിലേക്കും ഇവിടെ ഞാൻ മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, നല്ല രീതിയിൽ മണ്ണൊക്കെ നിറച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിലേക്ക് പ്ലാന്റ് വെച്ച് പിടിപ്പിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ടർട്ടിൽ വെയിൻ, കാലിഷ്യ, ഈ ഒരു 2 പ്ലാന്റാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഞാൻ കാണുന്നുണ്ട്, ഇത് നമ്മൾ ഓൾറെഡി വാങ്ങിച്ചൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ പ്ലാന്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നീളം കൂടിയ ഒരു 10-15 എണ്ണം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 10-15 എടുത്തിട്ടുണ്ട്, കറക്റ്റ് കണക്കെടുത്തിട്ടില്ല. അപ്പോൾ ഒരു ഏറ്റവും നീളം കൂടിയവയെ കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്ത ശേഷം നമ്മുടെ ഈ ഒരു മണ്ണിലേക്ക് ഇന്നലെയാണ് മണ്ണ് മിക്സ് ചെയ്തത്, അതിലേക്ക് ഇന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ആട്ടിൻകാട്ടപ്പൊടി ഇല്ലെങ്കിൽ ചാണകപ്പൊടി, അത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ആട്ടിൻകാട്ടപ്പൊടി ഇട്ട് അതൊന്ന് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ടർട്ടിൽ വെയിൻ നടേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും നീളം കൂടിയ ടർട്ടിൽ വെയിൻസിൻ്റെ ആ ഒരു ഇത് തന്നെ, അതായത് ടർട്ടിൽ വെയിൻസിൻ്റെ ചെടിയിൽ നിന്ന് ഏറ്റവും നീളം കൂടിയ തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാൻ ഇവിടെ ഏറ്റവും നീളം കൂടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കമ്പി കഷ്ണം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ നേരെ സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാക്കുകയാണ്. അതായത് ഇതൊന്ന് നെട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും, നല്ല രീതിയിൽ ഞാനിവിടെ നെട്ട് പിടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ അധികം ടർട്ടിൽ വെയിൻസ് ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ശേഷം ജസ്റ്റ് ഒന്ന് മണ്ണിട്ട് തന്നെ അവിടെ ബ്ലോക്ക് ചെയ്യാൻ പോവാണ്. അതായത് ജസ്റ്റ് ഒന്നത് അതിന് മാറാത്ത രീതിയിൽ അവിടെ നിന്ന് ജസ്റ്റ് സ്റ്റക്ക് ചെയ്ത് വെക്കാൻ പോവാണ്. ഓക്കെ, അതേ പ്രോസസ്സിൽ തന്നെ സെയിം ആയിട്ട് ബാക്കിയുള്ള എല്ലാ, അതായത് നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാ ടർട്ടിൽ വെയിൻസിനും ഇതേപോലെ തന്നെ നമ്മുടെ മുറുക്കൊക്കെ കിട്ടുന്ന പോലെ ആ ഒരു രീതിയിൽ ഇങ്ങനെ കറക്കി അവസാനം വരെ എത്തിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ടർട്ടിൽ വെയിൻസ് ആദ്യത്തെ പറഞ്ഞ പോലെ തന്നെ ടർട്ടിൽ വെയിൻ കുറവാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ്, ഇതാണ്. അപ്പോൾ നമ്മൾ 2 മെത്തേഡിലും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് മണ്ണ്, അതായത് നമ്മൾ ആദ്യം മിക്സ് ചെയ്തെടുത്ത മണ്ണിൽ നിന്ന് കുറച്ച്, അതായത് ആ ഒരു റൂട്ടൊക്കെ അതിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിലൂടെ ഓരോ റൂട്ട് വരും. ഓരോ ഇലയിലും ഓരോ റൂട്ട് ഉണ്ടാവും. 2 റൂട്ട് ഓരോ ഇലയിൽ ഉണ്ടാവുന്നതാണ് ഈ ടർട്ടിൽ വെയിൻസിൽ. അപ്പോൾ നമ്മൾ അടുത്ത പോട്ടിലേക്ക് നടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അത് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ് ഈ ഒരു ടർട്ടിൽ വെയിൻ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കണം. അപ്പോൾ ആ ഒരു പർപ്പസിലൂടെ തന്നെ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അധികം ടർട്ടിൽ വെയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിലൂടെ യൂസ് ചെയ്യാം. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യുന്ന ഒരു മെത്തേഡും കൂടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തതിൽ 2ാമത്തെ പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്കും കുറച്ച് നമ്മൾ ആട്ടിൻകാട്ടത്തിൻ്റെ പൊടി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുകയാണ്.
ഓക്കെ, അതിനുശേഷം നമ്മുടെ ടർട്ടിൽ വെയിൻ ഇതിലേക്ക് നട്ട് പിടിപ്പിക്കാൻ വേണ്ടി പോകണം. അതായത് നിങ്ങളുടെ കയ്യിൽ അധികം ടർട്ടിൽ വെയിൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡായിരിക്കും ബെറ്റർ. അതും കാണിച്ച് നിങ്ങളുടെ കയ്യിൽ ടർട്ടിൽ വെയിൻസ് കുറവാണെന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ബിസിനസ് മാർഗ്ഗമാണെങ്കിൽ അതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് വിൽക്കാം. അപ്പോൾ കുറച്ച് ചെടി കൊണ്ട് കുറേ അധികം നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്, ഞാൻ എങ്ങനെയും ആ ഒരു ടർട്ടിൽ വെയിൻസിൻ്റെ ഒരു ചെടിയെ കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു. അപ്പോൾ അതിലൂടെ അതിൽ നിന്ന് കട്ട് ചെയ്ത് ഒരു പോട്ടിലേക്ക് വെക്കുക എന്ന രീതിയിലാണ് ഞാനിവിടെ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അധികം ടർട്ടിൽ വെയിൻസ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ വെക്കേണ്ടത്, ഈ ഒരു വീഡിയോ കൃത്യമായി നോക്കുക. ആ ഒരു രീതി ഞാൻ വെക്കുന്ന അതേ രീതിയിൽ വെക്കുക. കാല് അതിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗം മാത്രമല്ല മണ്ണിലേക്ക് വെക്കേണ്ടത്, കുറച്ചും കൂടി ഇതിൻ്റെ ആ ഒരു റൂട്ട് അതിനകത്തേക്ക് പോകുന്ന രീതിയിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാ രീതിയിലും കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടാവും. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിലേക്കും കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ കാലിഷ്യയാണ്. അതായത് ടർട്ടിൽ വെയിൻസ് എന്നും പറയുന്നുണ്ട്, കാലിഷ്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നല്ല രീതിയിൽ വളരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പോട്ടിലാണ് നിങ്ങൾ നടുന്നുണ്ടെങ്കിൽ നല്ല ബൗൾ പോലെ വളരും. അപ്പോൾ അതിൽ നിന്നും കുറച്ചെണ്ണം നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചെടുത്തതാണ്. അതായത് അതിൻ്റെ ഷേപ്പൊന്നും പോയിട്ടില്ല. അതിൽ എക്സ്ട്രാ വന്നിട്ടുള്ള ഓരോ ഭാഗം ജസ്റ്റ് പൊട്ടിച്ചെടുത്തിട്ട് ഇത്രയും എടുത്തതാണ്. അപ്പോൾ ഈ കാലിഷ്യ നമ്മൾ നടാൻ പോകുന്നത് രണ്ടാമതായി നമ്മൾ ടർട്ടിൽ വെയിൻ നടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അതേ മെത്തേഡാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ആട്ടിൻ കാട്ടുപൊടി ഇട്ട് കൊടുക്കുകയാണ്. ചാണകപ്പൊടിയാണ് ബെസ്റ്റ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ചാണകപ്പൊടി കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം നമ്മളിവിടെ കാലിഷ്യ ഇല്ലെങ്കിൽ ടർട്ടിൽ വെയിൻ എന്ന് പറയുന്നുണ്ട്, പർപ്പിൾ ടർട്ടിൽ വെയിൻ. അപ്പോൾ ഈ ഒരു കാലിഷ്യനെ വെക്കുക. അതായത് നമ്മൾ രണ്ടാമത്തെ മെത്തേഡിൽ എങ്ങനെയാണ് ടർട്ടിൽ വെയിൻ വെച്ചിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ ഇതിനെയും ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അതായത് മുഴുവനായിട്ട് റൗണ്ടായിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതേപോലെ തന്നെ മണ്ണ് വിതറി കൊടുക്കുക. അതായത് നമ്മൾ വെച്ച ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മണ്ണ് വിതറി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 പ്ലാന്റുകൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതായത് ആദ്യത്തെ മെത്തേഡാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് മാർഗ്ഗമാണെങ്കിൽ ആദ്യത്തെ മെത്തേഡ് യൂസ് ചെയ്യുക. അല്ലാതെ വീട്ടിലേക്ക് തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഏകദേശം 16 ദിവസത്തിന് ശേഷമുള്ള ആ ഒരു വ്യൂ ആണ് നിങ്ങളിവിടെ കാണുന്നത്. അതായത് നമ്മുടെ ടർട്ടിൽ വെയിൻസൊക്കെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ഇത് ആദ്യം ചെയ്ത മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ്, അതുപോലെ തന്നെ മൂന്നാമത്തെ മെത്തേഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ ടർട്ടിൽ വെയിൻസ് നല്ല ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ആരോഗ്യപരമായിട്ട് ടർട്ടിൽ വെയിൻസ് വളർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെ കപ്പലണ്ടി പിണ്ണാക്ക് വെള്ളം ഒഴിക്കുന്നതായിരിക്കും ബെസ്റ്റ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് നിങ്ങളുടെ വീട്ടിലോ കുടുംബങ്ങളിലോ ഉള്ള എല്ലാ ഗ്രൂപ്പുകളിലേക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് അവരുമായി ഒരു അറിവും പങ്കിടുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.